ഹലോ ഫ്രണ്ട്സ്, സച്ചൂസ് ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്, നിങ്ങൾ അശ്ലീല വീഡിയോ കാണുന്നവരാണോ എങ്കിൽ പെട്ടു, അല്ലെങ്കിൽ മുട്ടം പണി വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ പണി ഏത് രൂപത്തിലാണ്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നമാകുന്നത് എന്ന കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് സോണിയ. നല്ലൊരു സെറ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്, സംസാരിക്കുന്ന ഒരു ലേഡിയാണ് എന്നൊക്കെ കരുതിയിട്ടൊന്നും ആരും മോശമായിട്ട് ചിന്തിക്കേണ്ട. കാരണം സെറ്റ് എഡ്യൂക്കേഷൻ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത്രയും അത്യാവശ്യമായ ഒരു ഘടകമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് നമുക്ക് പ്രായത്തിനും ബുദ്ധിക്കും വളർച്ചയ്ക്കും ഒക്കെ അനുസരിച്ച് കിട്ടുക തന്നെ വേണം. പക്ഷെ സെക്സ് എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ അത് പറയാൻ മടിക്കുന്ന, അത് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ കാലത്തെ അതിക്രമങ്ങളും ചൂഷണങ്ങളും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ അറിവില്ലായ്മ മുതലെടുത്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. നമുക്കും നമ്മുടെ മക്കൾക്കും തീർച്ചയായിട്ടും സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം. ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള ആപത്തുകൾ നമ്മളെ തേടി വരും. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയാൽ ഒരു പരിധി വരെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് തടുക്കാനും എതിർക്കാനും ഒക്കെ സാധിക്കുമെന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ കരുത്തുറ്റവനാക്കി മാറ്റും. നോ പറയേണ്ട ഇടത്തിൽ ഓൺ ദ സ്പോട്ടിൽ നോ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമെന്ന കാര്യവും എല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ എന്നാൽ മോശപ്പെട്ട കാര്യമല്ല. ഒരു ഫോൺ വീഡിയോ അല്ലെങ്കിൽ അശ്ലീല വീഡിയോ പ്രദർശനം അല്ല അതിൽ ഉദ്ദേശിക്കുന്നത് എന്നത് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞ് നല്ലൊരു അറിവെടുക്കുക. ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളെ പറ്റിയിട്ടുള്ള അറിവുകളൊക്കെ നമുക്ക് നിർബന്ധമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യമാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഈ അശ്ലീല വീഡിയോ കാണുമ്പോൾ എപ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കതൊരു മുട്ട പണിയായിട്ട് വരുന്നത്, പോലീസ് എപ്പോഴാണ് നമ്മുടെ വീട്ടിലെത്തുന്നത്, ഈ കാര്യത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അശ്ലീല വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഈ പോൺ വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേണ്ടാതെ അല്ലെ, നമുക്ക് സെക്സ് വീഡിയോസ് നമ്മുടെ ജീവിതത്തിൽ അത് ഒരു രീതിയിലുള്ള ഉപകാരവും ചെയ്യുന്നില്ല. യഥാർത്ഥമായ വിവാഹ ജീവിതം അതല്ല. പക്ഷേ സെക്സ് എന്താണ്, സെക്ഷൽ ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ തേടിപ്പോണത്. താൽക്കാലികമായിട്ട് നമ്മൾ ഉണ്ടാവുന്ന ഒരു ലൈംഗിക ആഗ്രഹത്തെ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേടിപ്പോകുന്ന ഒരു വഴി. പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ആ പ്രായത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വളർച്ച, ഹോർമോണിൽ ഉണ്ടാകുന്ന ഉൽപാദനം, എന്താണ് സെക്സ്, സെക്ഷൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മളിത് കാണാൻ തുടങ്ങും. കണ്ട് നമ്മൾ അതിന്റെ അടിമകളായി മാറും. ഒരു ദിവസം കാണാൻ, 2 ദിവസം കാണാന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്കത് നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അങ്ങനെ കണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെറൈറ്റികൾ തേടിപ്പോകും. അപ്പോഴാണ് മുട്ടം പണി വരാൻ തുടങ്ങുന്നത്. ഒരു ഫോൺ വീഡിയോസ് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് നിങ്ങൾക്ക് മുട്ടം പണി കിട്ടുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അറിവെടുത്തു വെക്കുക, മനസ്സിലാക്കി വെക്കുക. നമ്മൾ കണ്ടതിൽ നിന്നുള്ള വ്യത്യസ്തതയെ തേടി നമ്മൾ പോകും. നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 867ഓളം സൈറ്റുകൾ നിരോധിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനത്തെ പോൺ വീഡിയോ സൈറ്റുകൾ നിരോധിച്ചിട്ടുണ്ട്. നമ്മൾ സെർച്ച് ചെയ്യുന്നത്, നമ്മൾ കയറി കാണുന്നത് ഇങ്ങനത്തെ സൈറ്റുകളിലാണോ എന്ന് നമുക്ക് ചിലപ്പോൾ അറിവുണ്ടായി എന്ന് വരില്ല. ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നമ്മൾ കയറി സെർച്ച് ചെയ്യുന്നതും വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതും കാണുന്നതും വിതരണം ചെയ്യുന്നതും വിൽപ്പന ചെയ്യുന്നതും പ്രദർശിപ്പിക്കുന്നതും പ്രചരണം ചെയ്യുന്നതും ഒക്കെ 8ന്റെ പണിയായിട്ട് വരും. കേസായിട്ട് മാറും. പോലീസ് വീട്ടിൽ വരും. ഓർമ്മ വയ്ക്കുക. അറിഞ്ഞോണ്ടായിരിക്കത്തില്ല, വ്യത്യസ്തത തേടി പോകുന്നതാണ്. കൂടുതൽ കാണാൻ, വേറെ വ്യത്യസ്തമായിട്ടുള്ളത് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ ഓർത്ത് വെച്ചോളൂ, ആ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തേടിപ്പോയാൽ, സെർച്ച് ചെയ്താൽ, ഡൗൺലോഡ് ചെയ്താൽ, അത് വിൽപ്പന ചെയ്താൽ, പ്രചരിപ്പിച്ചാല്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാം പണി കിട്ടുമെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളുക. അതായത് ഫോൺ വീഡിയോസിന്റെ വിൽപ്പന, വിതരണം, പ്രചരണം, പ്രദർശനം, ഇതെല്ലാം നമുക്കിട്ട് പണി തരും. നമ്മൾ കണ്ടു, കൂട്ടുകാർക്ക് കൊടുത്തു, നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തു, പിന്നെ കണ്ടു. ഇങ്ങനത്തെ പലതും നമുക്ക് പണിയായിട്ട് വരുമെന്നത് ഓർത്ത് വെച്ചോളുക. പിന്നെ അറിഞ്ഞും അറിയാതെയും കിട്ടുന്ന മറ്റൊരു പണിയാണ് ഈ വാട്സാപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ കുറേ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ഒന്നിച്ചു വരും. ഒന്നും അറിയാതെ നമ്മൾ കയറി ഡൗൺലോഡ് ചെയ്യും.
ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. 8ന്റെ പണിയായി. കാരണം ചിലപ്പോൾ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തി ചിലപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അവരായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരുന്നത്. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കും, കാണും. തീർച്ചയായിട്ടും പോലീസ് വീട്ടിൽ വരും. 5 വർഷത്തെ തടവ്, 10 ലക്ഷം രൂപ പിഴ. എല്ലാവരും അറിഞ്ഞു വെക്കുക. ചിലപ്പോൾ തടവും നമ്മളെ അനുഭവിച്ചേക്കും, പിഴയും കൊടുത്തേക്കാം. അത് കഴിഞ്ഞുണ്ടാവുന്ന നാണക്കേട്, മാനക്കേട്, ഇവൻ ഇങ്ങനത്തെയാണ് അല്ലെങ്കിൽ ഇവരിങ്ങനത്തെയാണ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വരും. ജീവിക്കണം എന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്കൊന്നും സംഭവിക്കരുത്. ഫോൺ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതും ജീവിതവുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഒരു നല്ല ഗുണവും അത് നമുക്ക് തരുന്നില്ല. ആ ഒരു സംഭവം കണ്ട് നമ്മൾ അതിന്റെ അടിമകളായിട്ട് മാത്രം പോകുകയാണ് എന്നത് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആരോഗ്യ ഗുണം നമുക്ക് തന്നാൽ ഇനി അങ്ങനെയെങ്കിലും പറയാം, അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുള്ളൂ. താൽക്കാലികമായിട്ടുള്ള ഒരു സംതൃപ്തി, സന്തോഷമൊക്കെ നമുക്ക് തരുമായിരിക്കും. അത് കഴിഞ്ഞ് പോലീസ് വീട്ടിൽ വരുമ്പോഴാണ് ആ സംതൃപ്തിയൊക്കെ അവിടെ തീരുക. ഒളിച്ചിരുന്നിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ വീഡിയോ കാണുക. വീട്ടിലുള്ളവർ അറിയാതെ ആയിരിക്കും ഇങ്ങനത്തെ വീഡിയോ കാണുക. ഇപ്പൊ പണി കിട്ടും, എല്ലാവരും അറിയും, നാടറിയും, വീടറിയും, എല്ലാവരും അറിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധ ഉണ്ടാവണം നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും എന്നത് ഓർമ്മയിൽ വെക്കുക. അത് പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ എനിക്ക് അധികാരമില്ല, അവകാശവുമില്ല. പക്ഷെ ഒരു കാര്യത്തിന് ഗുണവും ദോഷവും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ഒരു കാര്യം കൂടെ കൂട്ടി പറയാനുള്ളത്, അറ്റോസ് ക്രിയേഷൻ 0.1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൽ നമ്മൾ സെറ്റ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി സബ്ജക്റ്റുകളെ പറ്റിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നല്ല അറിവുകളെ സ്വീകരിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.